ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBIയുടെ IRCTC കാർഡിൻ്റെ ഒരു റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയുമ്പോൾ ഒരു ഷോർട്ട് ടൈം റിവ്യൂ എന്നൊക്കെ പറയാം. നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1 മന്ത് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള എൻട്രി ലെവൽ കാർഡാണ്. നമുക്ക് 500 രൂപ ജോയിൻ ചാർജും അതുപോലെ തന്നെ ആനുവൽ ചാർജ് 300 രൂപ പ്ലസ് GST ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് IRCTCയുടെ വെബ്സൈറ്റ് കൂടെയും അതുപോലെ തന്നെ ആപ്പിൽ കൂടെയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സും അതുപോലെ തന്നെ 10% ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ നമുക്ക് ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാർഡ് എടുക്കുന്ന താല്പര്യർക്ക് എന്താ വെച്ചാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നോർമലി SBIയുടെ ബാക്കിയുള്ള കാർഡ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് അപ്രൂവൽ റേറ്റ് ഈ കാർഡുകൾ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഈ SBIയുടെ IRCTC കാർഡൊക്കെ ഭയങ്കര എന്താ പറയുക ഡിമാൻഡ് ഇല്ലാത്തൊരു കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത ഒരു റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 10 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8 to 9 പേർക്ക് കിട്ടുന്നുണ്ട് സൺസുമായിട്ട്. അപ്പോൾ ബാക്കി വേറെ സിമ്പിൾ ക്ലിക്ക് കാർഡൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 6 പേർക്കൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും അപ്രൂവൽ റേറ്റ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു SBIയുടെ കാർഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു മാർച്ചിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു SBI കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IRCTC കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ റൂപേ വേരിയന്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഫുള്ള് കാണിച്ചു തരാൻ പറ്റുന്ന നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ ഇതാണ്. അപ്പോൾ ഇതാണ് കാർഡ് വരുന്നത്. കാർഡിന്റെ നോർമൽ നമ്മുടെ IRCTC നമ്മുടെ ട്രെയിനിന്റെ പടമൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിലാണ് കാർഡ്. അവർക്ക് ഇതിന്റെ ഒരു പ്രീമിയം കാർഡുകളുണ്ട്, പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോർമൽ കാർഡ് എടുത്താലും മതി. എന്താ വെച്ചാൽ ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയാനുള്ളൂ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന്റെ എന്തായാലും ഞാൻ ഈ കാർഡിന്റെ തൽക്കാലത്തേക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ സംഭവങ്ങളൊക്കെ ഞാൻ പറയാട്ടെ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ജോയിനിങ് ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ റിന്യൂവൽ ഫീ 300 രൂപ പ്ലസ് GST ആണ്. ബെസ്റ്റ് ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള നിങ്ങൾക്ക് പേര് അറിയാമായിരിക്കുമല്ലോ. റിവാർഡ് ടൈപ്പ് വരുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 350 രൂപയുടെ ആക്ടിവേഷൻ ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. 1045 ദിവസത്തിൽ നമ്മൾ 500 രൂപ ട്രാൻസാക്ഷൻ ചെയ്താൽ മതിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അതായത് ആദ്യത്തെ ATM ക്യാഷ് വിഡ്രോവലിന് 100 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ക്രെഡിറ്റ് കാർഡ് ATM ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മൂവീസ് ആൻഡ് ആനിങ് ബെനിഫിറ്റും കാര്യമായിട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10% വാല്യൂ ബാക്ക് ആണ് നമുക്ക് റെയിൽവേ ടിക്കറ്റ് IRCTC കൂടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഒരു റിവാർഡ് പോയിന്റ് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവം എന്ന് പറയാം. പിന്നെ ഏൺ 1 റിവാർഡ് പോയിന്റ് ഫോർ എവരി 125 rupees സ്പെൻഡ് ആണ് കേട്ടോ. കുഴപ്പമില്ലാത്ത സംഭവം തന്നെ പറയാം. റിഡീം നമുക്ക് ഈ IRCTC വെബ്സൈറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ അക്യുമുലേറ്റ് ചെയ്ത റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യാനും പറ്റും, എക്സ്ട്രാ ഫീസ് ഒന്നും ഇല്ലാണ്ട് തന്നെ. അതുപോലെ തന്നെ ട്രാവൽ പർപ്പസിന്റെ കുറച്ച് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1% ട്രാൻസാക്ഷൻ ചാർജ് ഓൺ റെയിൽവേ ടിക്കറ്റ്സ് ബുക്കിംഗ് ഓൺ IRCTC വെബ്സൈറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഓഫേഴ്സ് അറ്റ് മോർ ദാൻ 500 ഹോട്ടൽ സ്പ്രെഡ് അക്രോസ് 300 cities നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചസ് ആയിട്ട് റെയിൽവേ ലോഞ്ചസ് നമുക്ക് 4 കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ചസ് പെർ ക്വാർട്ടറിൽ ഒരെണ്ണം വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ലോഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുറവാണ്, പക്ഷെ എറണാകുളത്തൊക്കെ ഉണ്ട്, തൃശ്ശൂരും ഉണ്ട്. പക്ഷെ അത് വലിയ കമ്പാരിറ്റീവ്ലി ഇങ്ങനെ റെയിൽവേ ലോഞ്ചിനൊന്നും നമ്മുടെ എയർപോർട്ടിൽ ചോദിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ലെങ്കിൽ, പക്ഷേ AC സംഭവങ്ങളൊക്കെ നമുക്ക് തൃശ്ശൂരൊക്കെ ഉണ്ട്, മോസ്റ്റ്ലി മെയിൻ സിറ്റീസിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ലോഞ്ചസും സംഭവങ്ങളൊന്നും ഇല്ല, ഇൻഷുറൻസ് ബെനിഫിറ്റ് ഒന്നും ഇല്ല, ലയബിലിറ്റി പ്രൊട്ടക്ഷനും ഇല്ല. ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് സ്പെൻഡ് ബേസ്ഡ് വേവ് ഓഫ് നമുക്ക് ഓഫർ നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നത് 95 രൂപയാണ് വരുന്നത്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വരുന്നത് 3.5%. ഇൻട്രസ്റ്റ് റേറ്റ് 3.5%. ഈ കാർഡ് ഒരു ഗുണം ഞാൻ പറയാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ലിമിറ്റ് കിട്ടുന്നുണ്ട്. നോർമൽ ബാക്കിയുള്ള SBI കാർഡിനായിട്ടും കൂടുതൽ നമുക്ക് ലിമിറ്റ് കിട്ടുന്നുണ്ട്. എനിക്കിതിൽ ലിമിറ്റ് കിട്ടുന്നത് ഓൾമോസ്റ്റ് 2 lakh സംതിങ് ആണ് തോന്നുന്നത്. ഞാൻ മറന്നു, 2 lakh 1.9 സംതിങ് ഒക്കെയാണ് തോന്നുന്നുണ്ട്. ഞാൻ ഇത് ആക്ച്വലി അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നം വഴി തന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് 1% കിട്ടുന്നുണ്ട്. ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 2% മിനിമം. പിന്നെ ആഡ് ഓൺ കാർഡിന് ചാർജും സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ IRCTCയുടെ ഈ പ്ലാറ്റിനം SBI ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ. എനിക്ക് പറ്റിയൊരു പ്രശ്നം, ഞാൻ ആക്ച്വലി കാർഡ് എടുത്തത് നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തതാണ്. എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ ഓൾറെഡി എൻ്റെ 3 നമ്മുടെ SBIയുടെ കാർഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ കാർഡിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ കാർഡിൽ നമുക്ക് അത്യാവശ്യം നല്ല ലിമിറ്റ് കിട്ടിയിട്ടാവും. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 1.9 അതോ 2 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി കാർഡ് ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പിൻ ജനറേറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബില്ല് ജനറേറ്റ് ആയി വന്നു. അപ്പോൾ നോർമലി നമ്മുടെ RBIയുടെ റൂൾ അനുസരിച്ച് നമ്മൾ കസ്റ്റമർ അത് ആക്ടിവേറ്റ് ചെയ്യാണ്ട് ഇത് വരാൻ പാടില്ല എന്നൊരു പുതിയ റൂൾ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഇത് കംപ്ലൈന്റ് കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ RBI സമ്മതിക്കുന്നില്ല, SBI കാരൊന്നും ഇതൊന്നും സമ്മതിക്കുക, അതൊന്നും
എന്നുവെച്ചാൽ അവർ പറയുന്നത് നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആൾക്കാരെ കൊണ്ട് ഇത് എടുപ്പിക്കുക ഒരു തരത്തിലാണ് ഇവരൊക്കെ പറയുന്നത്. SBI മാത്രമല്ല, എല്ലാ മിക്ക ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റുകാർക്കും ഉണ്ട്. RBI ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ട്. ശരിക്കും ഇത് ആക്ച്വലി കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്. ശരിക്കും RBI ഓംബുഡ്സ്മാനിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാർഡ് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി കംപ്ലൈന്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഞാനിപ്പോൾ അവർക്ക് വേറെ ഒന്നുകൂടി ഒരു വർഷം വേണ്ടി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവർ ഏതൊരു സമയം എനിക്ക് തോന്നുന്നത് കംപ്ലൈന്റ് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ട്വിറ്ററിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഒരു ലേഡി വിളിച്ചിട്ട് പറയാം അങ്ങനെ റൂളും സംഭവമൊന്നും ഇല്ല. ഇത് ആക്ച്വലി ഒരു തട്ടിപ്പ് ഒരു പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു പരിപാടി ചെയ്യുന്നതാണ് അവർ. അത് അവരുടെ വിചാരം നമുക്ക് ഇതൊന്നും അറിവും സംഭവങ്ങളൊന്നും ഇല്ലയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസുകളും സംഭവങ്ങളൊക്കെ കേൾക്കാൻ മറക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽസും സംഭവങ്ങളൊക്കെ കാണാൻ മറക്കണം കേട്ടോ. ജസ്റ്റ് എന്റർടൈൻമെന്റ് മാത്രം പോരല്ലോ, ഫൈനാൻസ് സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഒന്നുകൂടി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഇത് സോൾവ് ആയില്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ഡേറ്റ് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും അടയ്ക്കും. അതിനുശേഷം ഞാനത് നമ്മുടെ കംപ്ലൈന്റ് ആയിട്ട് RBI ഓംബുഡ്സ്മാനിൽ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് നോർമലി ഒരു റീഫണ്ട് തരേണ്ടി വരും. ഇത് ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ഇത് ആക്ടിവേറ്റ് ആവാൻ പാടില്ല. അതാണ് പുതിയ റൂള്. പണ്ടൊക്കെയാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ട് പണ്ട് കാർഡൊക്കെ വരാറ്. അപ്പോൾ അതിനെതിരാണ് പുതിയ റൂള് വന്നിരിക്കുന്നത് RBIയുടെ. കുറച്ച് കാലമായി വന്നിട്ട് ലേറ്റസ്റ്റ് റൂളൊന്നും അല്ല. എന്നിട്ട് പോലും SBI കാർഡ്സ് പോലെ ഒരു ബ്രാൻഡ് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ RBIനൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ SBI കാർഡ് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടാ. എന്നുവെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടിയ കാർഡുകളിലും പക്ഷെ ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർഡ് ഞാൻ അപ്പോഴേക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റിയില്ല. ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തില്ല. അപ്പോൾ പക്ഷേ സാധനം ബില്ല് വന്നു, ഓട്ടോമാറ്റിക്കലി ബില്ല് വന്നു. ഇപ്പം ഇങ്ങനെ കുറേ പേർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും, കുറേ പേർക്ക് ബില്ല് വന്ന കാരണം അവർ അടയ്ക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാർഡ് ആക്റ്റീവായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ പണികളൊന്നും ഇതോടെ ബാങ്കിൽ നമുക്ക് പണികൾ തരുന്നുണ്ട് കേട്ടോ, പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ആക്ച്വലി RBI ഓംബുഡ്സ്മാനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിളിൽ RBI ഓംബുഡ്സ്മാൻ അടിച്ചാൽ മതി. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കംപ്ലൈന്റ് ചെയ്യുക. ബാങ്കിനെതിരെ NBFCക്കെതിരെയൊക്കെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ നമ്മൾ ഇനി കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ നമുക്ക് എന്തായാലും പറയാം. കാർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ബേസിക് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു SBI കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ZAPന്റെ റെഫർ ലിങ്ക് നമ്മുടെ SBI കാർഡ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമൊക്കെ അപ്ലൈ ചെയ്യാം. റൂപേ വേരിയൻ്റ് ആണ്, നമുക്ക് UPIയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയൊരു നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും GHH വരുന്നതായിട്ട്. നമ്മളതിൽ ന്യൂസ്, ടെക് ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് കാലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മറക്കണ്ട. അടുത്ത കാണാം.